ക്വസ്റ്റനാണ്. എങ്ങനെ ചെയ്യാൻ നോക്കാം. ഈ ഒരു ക്വസ്റ്റിനകത്ത് CGL 2024 ചോദിച്ച ക്വസ്റ്റനാണ്. 2 ബിസ്ക്കറ്റും 1 ചോക്ലേറ്റും 69 രൂപയാണ്. 2 ചോക്ലേറ്റും 3 കപ്പ് ഓഫ് കോഫിയും 127 രൂപയാണ്. 3 ബിസ്ക്കറ്റും 4 ചോക്ലേറ്റും 2 കോഫിയും 229 ആണ്. ഫൈൻഡ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് 5 ബിസ്ക്കറ്റ് 5 ചോക്ലേറ്റ് ആൻഡ് 5 കപ്പ് ഓഫ് കോഫി. അപ്പോൾ ഇതാദ്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയാം. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ സിമ്പിളായിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റെപ്പ് കുറച്ച് എങ്ങനെ അത് ചെയ്യാമെന്ന് പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം വേണമെങ്കിൽ ഇക്വേഷൻ എഴുതി കാണിക്കാം. 2 ബിസ്ക്കറ്റും 1 ചോക്ലേറ്റ് ഞാൻ CH എന്ന് കൊടുക്കുന്നു. അതിന് 69 രൂപയാണ്. അതേപോലെ രണ്ടാമത്തെ ഇക്വേഷൻ 2 ചോക്ലേറ്റും 3 കോഫിക്ക് CO എന്ന് കൊടുക്കുകയാണ്. അതിൻ്റെ വാല്യൂ 127 രൂപയാണ്. 3 ബിസ്ക്കറ്റും 4 ചോക്ലേറ്റും 2 കോഫിയും 229 ആണ്. ഇപ്പോൾ ഇവിടെ 3 ഇക്വേഷനും 3 വേരിയബിളുമാണ്. നമുക്ക് ഇഷ്ടം തോന്നുന്ന പോലെ വാല്യൂ കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് വേണ്ടത് എന്താ 5 ബിസ്ക്കറ്റ് 5 ചോക്ലേറ്റ് 5 കോഫി. അപ്പോൾ ഞാൻ ഈ 3 ഇക്വേഷനോട് കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 2 ബിസ്ക്കറ്റ് 3 ബിസ്ക്കറ്റ് എത്രയാണ്? 5 ബിസ്ക്കറ്റ് വരും. ഇവിടെ 1 ചോക്ലേറ്റും 4 ചോക്ലേറ്റും 4 ചോക്ലേറ്റ് 2 ചോക്ലേറ്റും. ഓക്കെ, ഇവിടെ 7 ചോക്ലേറ്റ് വരും. ഇവിടെ 7 ചോക്ലേറ്റ് വരും. അതുപോലെ ഇവിടെ 3 കോഫിയും 2 കോഫി 5 കോഫി വരും. അപ്പോൾ ഇത് 3 കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇങ്ങനെ കൂട്ടാം. 12 22 44 12 22 44 ഓക്കെ 12 34 34 40 409 416 9 425 സം വരും. യെസ്, ആദ്യത്തെ രണ്ടെണ്ണം കൂട്ടി അല്ലെങ്കിൽ നിങ്ങൾ കൂട്ടി നോക്കാം. 425 വരും. അപ്പോൾ നമുക്ക് 5 ബിസ്ക്കറ്റ് 5 ചോക്ലേറ്റ് 5 കോഫി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? 425 നിന്നും എന്ത് ചെയ്യണം? 2 ചോക്ലേറ്റ് കുറയ്ക്കണം. ഇവിടുന്ന് 2 ചോക്ലേറ്റ് കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 5 ബിസ്ക്കറ്റ് 5 ചോക്ലേറ്റ് 5 കോഫി കിട്ടും. അപ്പോൾ ഇവിടുന്ന് എന്ത് ചെയ്യണം? 2 ചോക്ലേറ്റിൻ്റെ വാല്യൂ കുറയ്ക്കണം. അപ്പോൾ ചോക്ലേറ്റിൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ഒരു കാര്യമാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഡീറ്റെയിൽ മെത്തേഡിലാണ് പറയുന്നത്. ഓക്കെ, മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ തന്നിരിക്കുന്ന ഇക്വേഷനിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ ഡിഡക്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ടാമത്തെ ഇക്വേഷനും ഈ 2 ഇക്വേഷൻ നോക്കും. ഈ ഇക്വേഷനും അതുപോലെ ഈ ഇക്വേഷനും 2 ഇക്വേഷൻ നോക്കാം. അപ്പോൾ ഈ 2 ഇക്വേഷൻ നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അതിനകത്ത് നിന്ന് കോഫി എങ്കിൽ കളയാം. അപ്പോൾ ഓൾജിബ്രയിലെ നമ്മളുടെ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന രീതി. അപ്പോൾ കോഫി കളയാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇവിടെ 3 കൊണ്ട് സ്റ്റെപ്പ് കുറച്ച് ഇവിടെ 3 കൊണ്ട് ഗുണിക്കണം, ഇവിടെ 2 കൊണ്ട് ഗുണിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഇവിടെ 2 കൊണ്ട് ഗുണിക്കണം, ഇവിടെ 3 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇവിടെ 3 കൊണ്ട് 2 6 ചോക്ലേറ്റ് ആവും. ഇവിടെ 3 കൊണ്ട് 2 6 കോഫി ആവും. ഇവിടെ എന്താവും? 6 കോഫി ആവും. എന്നിട്ട് എന്ത് ചെയ്യാം? ഇതിൽ നിന്നും രണ്ടാമത്തേൽ നിന്നും ഒന്നാമത്തത് കുറയ്ക്കാം. ഇപ്പോൾ ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 ബിസ്ക്കറ്റ് 3 ഗുണം 3 9 ബിസ്ക്കറ്റ്. ഇവിടെ ബിസ്ക്കറ്റ് ഒന്നുമില്ല. പിന്നെ കുറയ്ക്കാം. എന്താണ്? ഇവിടെ 12 ചോക്ലേറ്റ് ഉണ്ട്. അപ്പോൾ മൈനസ് 12 ചോക്ലേറ്റ് ഉണ്ട്. ഇവിടെ എന്താണ്? ഇവിടെ എത്ര ചോക്ലേറ്റ് വരും? ഓക്കെ, 12 ചോക്ലേറ്റ്. വേറെ ചോക്ലേറ്റ് ഇല്ലല്ലോ. ഇവിടെ 3 കുടിക്കുക. ഇവിടെ 12 ചോക്ലേറ്റ്. ഇവിടെ 3 ബിസ്ക്കറ്റ്. ഓക്കെ, ഇവിടെ 4 ചോക്ലേറ്റ്. അപ്പം 12 ചോക്ലേറ്റും മൈനസ് 4 ചോക്ലേറ്റ് 2 ഗുണം 2 4 വരും. 12 മൈനസ് 4 8 അപ്പോൾ ഇതേ മൈനസ് 8 ചോക്ലേറ്റ്. ഇതിൻ്റെ വാല്യൂ എന്ത് വരും? 229 ഗുണം 3 എത്രയാണ്? 687 മൈനസ് 127 ഗുണം 2 254. നമുക്ക് എത്ര കിട്ടും? അത് 3 3 4 431 കിട്ടും. 9 ബിസ്ക്കറ്റ് മൈനസ് 8 ചോക്ലേറ്റിൻ്റെ വാല്യൂ 431 കിട്ടും. അതാണ് അടുത്ത ഇക്വേഷൻ. കുറച്ച് ചെയ്യേണ്ട ക്വസ്റ്റനാണ്. ചെയ്യേണ്ട ക്വസ്റ്റൻ ചെയ്യുക തന്നെ വേണം. 8 ചോക്ലേറ്റിൻ്റെ വാല്യൂ 431. നമുക്ക് ചോക്ലേറ്റ് ആണ് വേണ്ടത്. ഫസ്റ്റ് ഇക്വേഷൻ നോക്കേ. 2 ബിസ്ക്കറ്റ് പ്ലസ് 1 ചോക്ലേറ്റ് എത്രയാണ്? 69 ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിനകത്ത് നിന്ന് ബിസ്ക്കറ്റിനെ കളയണം. ബിസ്ക്കറ്റിനെ കളയാൻ എന്ത് ചെയ്യും? നമ്മളിവിടെ 9 കൊണ്ട് ഗുണിക്കുക, 2 കൊണ്ട് ഗുണിക്കുക, ഇവിടെ 9 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എന്താവും? ബിസ്ക്കറ്റ് 2 ഈക്വൽ ആവും. ഇവിടെ 18 ബിസ്ക്കറ്റ് ആവും, ഇവിടെയും 18 ബിസ്ക്കറ്റ് ആവും. എന്നിട്ട് എന്ത് ചെയ്യുക? 2 കൂടെ കുറയ്ക്കാം. അപ്പോൾ ഇതിൽ നിന്ന് ഇത് കുറയ്ക്കാം. ഒന്നാമത്തെ 2 കുറയ്ക്കാം. ഒന്നാമത്തിനകത്ത് എന്ത് വരും? മൈനസ് 16 ചോക്ലേറ്റ് മൈനസ് 1 × 9 ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ എന്ത് വരും? മൈനസ് 25 ചോക്ലേറ്റിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? യെസ്, ഓക്കെ 431 866 മൈനസ് 69 ഗുണം 9 540 81. യെസ്, നമുക്ക് നെഗറ്റീവ് വാല്യൂ ആണല്ലോ വരുന്നത് ചോക്ലേറ്റിന്. എവിടെയെങ്കിലും തെറ്റുമോ നമ്മുടെ കാൽക്കുലേഷൻ? ഈ ഒരു കേസിൽ ചോക്ലേറ്റ് ഈക്വൽ ആക്കുക. കോഫി കളയാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? കോഫി കളയാൻ വേണ്ടി ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് ഇതിൽ നിന്ന് ഇത് കുറച്ചാൽ 6 കുറഞ്ഞു പോകുമല്ലോ. 6 കുറഞ്ഞു പോകും. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 3 ഗുണം 3 9 ബിസ്ക്കറ്റ് മൈനസ് ഇവിടെ വേറെ ഒന്നുമില്ല, മൈനസ് 0 ബിസ്ക്കറ്റാണ്. ഓക്കെ, മൈനസ് 0 ബിസ്ക്കറ്റാണ്. അവിടെ ഒന്നുമില്ല. 3 ബിസ്ക്കറ്റ് മൈനസ് 0 ബിസ്ക്കറ്റ്. പിന്നെന്താണ്? ബിസ്ക്കറ്റ് ഒന്നുമില്ല. പിന്നെ ഇവിടെ നമുക്ക് 12 ചോക്ലേറ്റ് മൈനസ് 4 ചോക്ലേറ്റ്. 12 മൈനസ് 4 8 ഓക്കെ, പ്ലസ് 8 വരുന്നത്. സോറി, 12 മൈനസ് 4 12 മൈനസ് 4 8 വരുന്നത്. ഓക്കെ, പ്ലസ് 8
അപ്പോൾ ഇവിടെ പ്ലസ് ആണ് വരുന്നത്. ഓക്കെ സോറി, പ്ലസ് ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 2 ഗുണിക്കുമ്പോൾ 18 പോയി. ഇവിടെ 16 ചോക്ലേറ്റിൽ നിന്നും എന്ത് ചെയ്യണം? 9 ചോക്ലേറ്റ് കുറയ്ക്കണം. 16 - 9. ഓക്കെ, 16 - പോസിറ്റീവ് 16 ആണ്. 16 - 9 നമുക്ക് എന്ത് കിട്ടും? 16 - 9 നമുക്ക് 7 ആണ്. അപ്പോൾ 7 ചോക്ലേറ്റിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും 866 - 69 × 9 540 81 621. യെസ്, 621 കുറയ്ക്കണം. എത്ര കിട്ടും? ഇവിടെ 66 - 21 പറഞ്ഞാൽ 45, 245. ഇപ്പോൾ ചോക്ലേറ്റിൻ്റെ വാല്യൂ 245/7 3 ബാക്കി 35/7 5 35 നീട്ടി. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കൊടുക്കാം? ആൻസർ എന്ന് പറഞ്ഞാൽ 425 - 35 × 2 70. 425 നിന്നും 70 കുറയ്ക്കണം. 25 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ട്? നമുക്ക് 70 കുറയ്ക്കണം. 70 കുറയ്ക്കണമെങ്കിൽ ഇവിടെ 50 കൂട്ടണം. 50 കൂട്ടിയിട്ട് 300 355. യെസ്, 355 എവിടെ ഉണ്ട്? ഓപ്ഷൻ ഡി ഉണ്ട്. 355. 355ഉം 70 കൂട്ടുന്നതാണ് 425. അപ്പോൾ ഇത് കുറച്ച് കാൽക്കുലേഷനുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇവിടെ നമുക്ക് എങ്ങനെ സമയം ലാഭിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ കണ്ടു, 2 ബിസ്ക്കറ്റ് 1 ചോക്ലേറ്റ്, 2 ചോക്ലേറ്റ് 3 കോഫി, 3 ബിസ്ക്കറ്റ് 4 ചോക്ലേറ്റ് 2 കോഫി, 229. ടോട്ടൽ പ്രൈസാണ് വേണ്ടുന്നത് 5 5 5. അപ്പോൾ എല്ലാം കൂടെ കൂട്ടി നോക്കുക. 2 ബിസ്ക്കറ്റ് 3 ബിസ്ക്കറ്റ് 5 കിട്ടി. 1 ചോക്ലേറ്റും 4 ചോക്ലേറ്റും 2 ചോക്ലേറ്റ് 7 കിട്ടി. 3ഉം 2ഉം 5 കിട്ടി. അപ്പോൾ നമുക്ക് മനസ്സിലായി. മൊത്തം കൂടെ കൂട്ടുക. അപ്പം 69 127 229 കൂട്ടാം. 425/2 ചോക്ലേറ്റ്. 425 - 2 ചോക്ലേറ്റാണ് നമുക്ക് വേണ്ടതെന്ന് മനസ്സിലാവും. ഡയറക്റ്റ് എല്ലാം കൂടെ 5 വന്നിരുന്നെങ്കിൽ ഡയറക്റ്റ് കൂട്ടിയാൽ മതിയായിരുന്നു. ഇനി എന്ത് ചെയ്യണം? ഓരോന്നിൽ വാല്യൂ കണ്ടുപിടിക്കണം. അതിന് നിങ്ങൾ ഇക്വേഷൻ എഴുതേണ്ടി വരും. അല്ലാതെ ഒരു വഴിയില്ല. ഇക്വേഷൻ എഴുതേണ്ടി വരും. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 2 ഇക്വേഷൻ എന്ത് ചെയ്തു? ചോക്ലേറ്റ് മാത്രം, ചോക്ലേറ്റിൻ്റെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ചോക്ലേറ്റ് കോഫി എന്ത് ചെയ്തു? കളഞ്ഞു. അപ്പോൾ ഇങ്ങനെ കളയുന്നത് ഒറ്റ സ്റ്റെപ്പിൽ എഴുതാൻ പഠിക്കുക. ഇതേപോലെ 1 സ്റ്റെപ്പിൽ എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ ഒരു ഇക്വേഷൻ കിട്ടി. ഇതിൽ നിന്ന് ഒറ്റ സ്റ്റെപ്പിൽ എന്ത് കണ്ടുപിടിച്ചു? നമ്മൾ ചോക്ലേറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. എനിക്ക് തോന്നുന്നു ഇതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല മെത്തേഡ്. വേറെ മെത്തേഡ് അറിയാവുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് പറയാം. ഓപ്ഷൻ ഡി നമുക്ക് ആൻസർ കിട്ടും. യെസ്, താങ്ക് യു. ക്ലാസ്സിലെല്ലാം കാണാൻ ശ്രമിക്കുക കേട്ടോ.